ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ടായിരുന്നത്. അപ്പോൾ എന്നാണ് വിശേഷം? മണിക്കൂട്ടൻ പറയും. മണിക്കൂട്ടൻ നട ഇന്ന് ആപ്പൻ്റെ കുടിയലാണ്, വിവിൻ്റെ കുടിയലാണ്. അപ്പം നമ്മൾ കുറച്ച് വൈകി എന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ക്രിയേറ്റർ കളക്റ്റീവിന് വേണ്ടിയിട്ട് മീറ്റപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കൊച്ചിയിൽ നിന്ന് കുറച്ച് പോയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ഉണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ അതെ. ഇത് വേറെയും ഗിഫ്റ്റ് ഉണ്ട്. ഒരു നമുക്കൊരു ബാഗാണ് തന്നത്, കിറ്റ് പോലെ ഒരു ബാഗ്. അപ്പോൾ അതിൽ വേറെയും ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് കുറച്ച് അട്രാക്റ്റീവ് ആയതുകൊണ്ട് കൈമ പിടിച്ചൊന്നുമില്ല. അപ്പോൾ നമ്മൾ പൊലച്ചാകുമ്പോൾ എത്തിയതേയില്ലോ അല്ലേ മേതുട്ടി? ഉറക്കൊന്നും ക്ലിയർ ആയിട്ടില്ല. നല്ല തിരക്കുവാന്ന്. വെക്കേഷൻ്റെ ട്രെയിനിൽ നല്ല തിരക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ എങ്ങനെയല്ലോ എത്തി. അവിടെ നമ്മൾ തൽക്കാലത്തും ബുക്ക് ചെയ്ത് തന്നു. അപ്പോൾ നമുക്ക് സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അത്രക്ക് എന്നാലും സൂചി കുത്താൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടായിരുന്ന ട്രെയിനിൽ. അപ്പം എങ്ങനെയല്ലോ അവിടെ ഇവിടെ ഇരുന്ന് അപ്പുറത്ത് മാറി ഇപ്പുറത്തേക്ക് മാറി എല്ലാം ചെയ്തോട്ടെ. അപ്പോൾ അങ്ങനെ ഉറക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഉറക്കക്ഷീണം നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ അതെ, നിങ്ങളെ രണ്ടാളും ഞാനിങ്ങനെ സേഫ് ആക്കിയിട്ട് ഇടയിൽ കുറച്ച് ഉറക്കീനി. അതുകൊണ്ടാണ് മേതുട്ടിക്കൊന്നും അത്ര ഒരു ക്ഷീണമില്ലാത്ത. എന്നാലും ഉണ്ട്. നീ ഉറങ്ങീനി? അപ്പോൾ പ്രിയ ഇങ്ങനെ റെഡി ആയിക്കൊണ്ട് പരവേശത്തിൽ. അപ്പോൾ ഇന്ന് വൈകിയത് കൊണ്ട് അവിടെ പോകാൻ നമ്മൾ ഓൾറെഡി വൈകി. ഇപ്പോൾ രാവിലെ ബിബിയും വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിനി. അപ്പോൾ ഓളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയക്ക് ഒരു പരവേശം വെച്ചാൽ വൈകിയത് കൊണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളില്ല. നമുക്ക് ഏതായാലും അധികം വൈകാണ്ട് പോയാലോ? അമ്മേൻ്റെ കാര്യം പറയാണ്ട് പിന്നെ ആരെ കാര്യം പറയേണ്ടത്? അപ്പൊ അങ്ങനെ പ്രിയ റെഡിയായി വന്നിട്ടുണ്ട്. ഉറക്കം കണ്ടൊന്നും പോയിട്ടില്ല. നല്ല തലവെച്ചിട്ടുണ്ട് ഇങ്ങനെ ഉറക്കത്തിന്റെ. ഇന്നലെയും അതിന് ആ പോകുന്ന സമയത്ത് അല്ലെ, നമ്മൾ രാത്രിയാണ് ഇവിടുന്ന് പോവുകയും ചെയ്തത് പോകുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ 2 ദിവസത്തെ ഉറക്കം നന്നായിട്ടുണ്ട്. അല്ല, ഒരു ദിവസം നമ്മൾ അവിടെ കിടന്ന് നല്ല വൃത്തിക്ക് ഉറങ്ങി. പക്ഷെ ഇന്നലത്തത് രാവിലെ പോകേണ്ടതായിരുന്നു. ഒരുപാട് വൈകുകയും ചെയ്തു. പാല് കാച്ചിയെല്ലാം കഴിഞ്ഞു. അപ്പൊ അതിന്റെ അതിന്റെ ടെൻഷനാണ് ഇവക്ക് ഇപ്പില്ല. അത് കുഴപ്പമില്ല, നമുക്ക് നേരത്തെ എത്താം. ഒരു വൈകിയത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയിന്ന്. അപ്പം മേതുട്ടി നീ വരുന്നില്ലേ? വരുന്നില്ല? എന്നാ പിന്നെ മേതുട്ടിനെ ഇടിയാക്കാം പ്രിയെ. സമയമില്ല. അങ്ങനെ ഞങ്ങള് ബിബിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുടിയൽ വീട്ടിലേക്ക്. വാവേ, വെള്ളം കൊണ്ട് നമ്മള് സാധാരണ റോസ് വാട്ടറിലാണ് കൊടിയല്. നാരങ്ങ വെള്ളത്തില്ലല്ലേ? അഞ്ജു ഹായ്. ഏതായാലും നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം. മാമാ നമ്മ ഇന്ന് കുറച്ച് വൈകി പോയി വരാൻ വേണ്ടിയിട്ട്. കുറച്ച് രാവിലെ എത്തിന്. പിന്നെ ഇന്നലെ ഉറക്കം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഉറങ്ങിപ്പോയി. അതാ വൈകിയത്. അപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞിഷ്ണാട്ടുണ്ട്. എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വീഡിയോ കാണുമ്പോ സജിതാമ്മ ഓടിപ്പോയി ഇന്നല്ലേ. ഇയാള് നേരത്തെ കേടിയിരുന്നേ. ഓളിങ്ങനെ അന്തം വിട്ട് ഇരിക്കുന്നു ഇടാ. അതേപോലെ ബീബിന് ഇട നല്ലതാ. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞു, ഗണപതി ഹോമെല്ലാം രാവിലെ കഴിഞ്ഞു അല്ലേ സജിതാമ്മേ? അപ്പൊ നമുക്ക് പറ്റിയില്ല. നമ്മൾ ഇവിടെ എത്തിയിരുന്നത് രാവിലെ വന്ന് 4 മണിയാകുമ്പോൾ നമ്മൾ ഇടി ഇറങ്ങിയല്ലേ, ട്രെയിൻ വന്ന് ഇറങ്ങിയത്. നമ്മൾ പൂജാരി വരുന്ന സമയത്ത് നമ്മൾ ഇടി ഉണ്ടായി. അത് കഴിഞ്ഞ് പോയി പിന്നെ കുറച്ച് ഉറങ്ങിപ്പോയി. സത്യം പോയി വൈകി എത്താൻ വേണ്ടിയിട്ട്. ആയിക്കോട്ടെ ശരിയാ. അമ്മേ വെൽക്കം ചെയ്യാറാ വീട്ടിലേക്ക് വരുമ്പോ. പുതിയ വീട്ടിലേക്ക് സ്വാഗതം അല്ലേ അമ്മേ? സ്വാഗതം. ശരിക്കും പറഞ്ഞതാ പിന്നീട് ദേശത്തിലില്ലതെ അടി. ഒരാൾ ദേഷ്യത്തിലേ ഇല്ലത്. ഇവിടെ കുറച്ച് വൈകിയതാണ്. ദേഷ്യത്തിലൊന്നുമില്ല, ഭയങ്കര ആംഗ്രിയിലാണ്. ഓളെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ തന്നെയാണ്.
തന്നെ ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞു. ഹായ്. മൊബൈലിൽ തന്നെയാണ്. ഹായ്. ഇവിടെ പിന്നെ ഇലപ്പരിപാടികൾ നടന്നുകൊണ്ട് പോയിന്ന്. വരുന്നേ നിമിഷ അമ്മ. ഹായ് കണ്ട അമ്മക്കൊന്നും പിന്നെ പറയേണ്ട ആവശ്യമില്ല. അമ്മ ഹായ് എല്ലാവരും പറയുന്നതാണ്, അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഏട്ടാ അല്ല ഇന്നലെ നമ്മൾ പുറത്തുണ്ടായിന്, അപ്പൊ അതായിരുന്നു വന്നിട്ട്. ഇന്നലെ വന്നിട്ടുണ്ടായിനല്ലേ പിക്ക് ചെയ്യാൻ. അതെ. ഇത് നമ്മുടെ പേര് മോഹനേട്ടൻ. ഞാൻ പെട്ടെന്ന് മറന്നുപോയി. മോഹനേട്ടനാണ് ഏട്ടൻ്റെ എല്ലാം ഇതല്ലേ. ഓക്കെ നമ്മളൊരു ചെറിയൊരു വീഡിയോ എടുക്കുന്നു, അതാണ്. ശരി. അതെയാ, അങ്ങനെ കളിക്ക് നമുക്ക് പിടിക്കാമല്ലോ. അതെ, റീൽസ് ചെയ്യാൻ വേണ്ടിട്ടാ. ഏതാ പാട്ട് നിങ്ങൾ ഇടലത്? ആ പാട്ടിനനുസരിച്ചിട്ട് അവർക്കറിയണം നമ്മള് നിങ്ങൾ തന്നെയാന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവണം. അതെ, അതില് മ്യൂസിക് ഇടൂലേ? ഒരു മ്യൂസിക് കൂടെ ഇല്ല. പാലുകാച്ചലിന് ഇത് നല്ല ദേഷ്യത്തിലുണ്ട്. ഇവൻ എന്നോട് വന്നപാട് എന്തിനാ വന്നിനെന്നാ വെച്ചിനി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 11 വെക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇവനല്ലേ. വിവേക്ക് വേണ്ടിട്ടാ 12 എന്നിട്ട് നിങ്ങളില്ല. എത്തിയില്ല, എന്നാലും നമുക്ക് കുറച്ച് വൈകി വരും. 1-2 മണിക്കൂർ വൈകി. അത് അവിടെ അല്ല വാല്യൂ, ആ സമയത്താണ് ഇവിടെ വേണ്ടത്. കണ്ടാ, മനസ്സിലായോ? അതാണ് ഇവന്റെ ദേഷ്യാണ്, ഇവന്റെ ആ ഒരു രോദനാണ് ഇവൻ പറഞ്ഞത്. കാര്യം പറഞ്ഞതാണ്. അതെ, പക്ഷെ ശരിയാക്കാം, നമ്മൾ ഇവന്റെ മുഖെല്ലാം ശരിയാക്കി തരാം. ശരിയാക്കേണ്ട മരുന്നുണ്ടാ? ഇതെന്താന്ന് മേ ഇത് ഏശാടുക്കാൻ വേണ്ടിട്ട്. അതൊന്നും ഇപ്പൊ ചെയ്തേ. അത് ഒഴിഞ്ഞിടല്ലേ, അത് പ്രത്യേകതരമായ ഒരു ചടങ്ങാണല്ലേ. അത് ആരാ പറഞ്ഞു കൊടുത്താ? ഇവരില്ലേ കൃഷ്ണാടൻ, പിന്നെ അമ്പലത്തിൽ ഇവിടെ കൊടുക്കാൻ. അതെല്ലേ. പ്രിയ, നമുക്ക് പാല് കുടിക്കണ്ടേ? പാല് കുടിച്ചില്ലല്ലോ, നമുക്ക് പാല് കുടിക്കാലോ. അപ്പൊ നമ്മൾ പാല് കുടിക്കാൻ പോയിട്ട് വരട്ടാ. ഓവി ഹായ്. കുടിച്ചു കഴിഞ്ഞോ പ്രിയ? മാമനാന്ന് എല്ലാം മുറിച്ചിട്ട് എല്ലാം എഡിറ്റ് ചെയ്യും അല്ലേ? പക്ഷെ ഇത് എഡിറ്റ് ഇല്ല. ഹായ്, നമ്മുടെ സീരിയാണ്. ഇന്ന് ഇല മുറിക്കുന്നില്ല, നമ്മൾ കാണിക്കുന്നുണ്ട്. അതെ എല്ലാവർക്കും ഇല മുറിക്കും. ഇലയാന്ന് വെച്ച് കളയണ്ട അല്ലേ? അതെ അതെ രശ്മി ഹായ്, ഒരു ഹായും പറയും. ഹായ്. എന്റെ ഹായ് വേണ. ഹായ് വേണ്ട.
അങ്ങനെ നമ്മളെ ബിബിയുടെ കുടിയെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ തിരക്കായതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ രാത്രിയാണ്. അപ്പോൾ രാത്രി എല്ലാവരും കൂടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പടക്കെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പടക്കെല്ലാം പൊട്ടിച്ച് ശരിക്കും ഇത് കഴിഞ്ഞ 2 ദിവസം കൂടെ കഴിഞ്ഞ വിഷുവായി. അപ്പോൾ നമ്മൾ കുടിയെല്ലാം കഴിഞ്ഞ് രാത്രി തന്നെ കുറച്ച് പടക്കവും പൂക്കുറ്റിയും കമ്പിത്തിരിയൊക്കെ വാങ്ങിച്ച് നല്ല പൊട്ടിച്ച് നല്ല അടിപൊളിയാക്കി. എന്തായാലും നമ്മുടെ കുടിയിൽ നല്ല കളറായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമേ അവിടെ നിന്നിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുടിയേൽ വിശേഷം ഇതൊക്കെയാണ്. പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.